തിരുവനന്തപുരത്ത് MBBS വിദ്യാർത്ഥികളായ സഹപാഠികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിൽ പരാതിക്കാരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായി പോലീസ്. കൂടുതൽ FIRകളും പോലീസ് രജിസ്റ്റർ ചെയ്തു. ഓരോരുത്തരുടെയും പരാതിയിൽ പ്രത്യേകം FIR ഇടണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിച്ചിരുന്നത്. സഹപാഠികളുടെ ചിത്രങ്ങൾ പകർത്തുകയും അത് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിയായുള്ള പാലക്കാട് സ്വദേശി ആബേലിനെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ആബേലിനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ രാത്രി MBBS വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടം, അത് അത്രത്തോളം ഒരു ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം, ഇവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുന്നത്. അവരുടെ ആവശ്യം ഇതായിരുന്നു. അതായത് തുടക്കത്തിൽ 1-2 പേരുടെ പരാതി കേട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടാണ് ആബേലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരുടെയും പരാതി കേട്ടില്ല, അതുകൊണ്ടാണ് ആബേൽ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത്. അത് അനുവദിച്ചുകൂടാ. 13 പേരോളം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഇയാൾ മോർഫ് ചെയ്തിരിക്കുന്നത്. ആ 13 പേരുടെയും പരാതി കേൾക്കണം, വെവ്വേറെ FIRകൾ ഇടണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ ഇവിടെ ശക്തമായ രീതിയിലൊരു പ്രതിഷേധ സമരം നടന്നത്. വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുകയും പോലീസിന് നേരെ അലമുറയിടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടക്കത്തിലൊക്കെ പോലീസ് പറഞ്ഞിരുന്നത് FIR ഇട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ കേസ് മുന്നോട്ട് പോകുമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിഷേധത്തിന് ഒരു അവസാനം പാതിരാത്രി ആയിട്ടും എത്താതിരുന്നതിനെ തുടർന്ന് പോലീസ് പിന്നീട് ഒരു അനുനയ നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. എല്ലാ വിദ്യാർത്ഥികളുടെയും പരാതി കേൾക്കാനും അതിന്റെ പേരിൽ വെവ്വേറെ FIRകൾ ഇടാനും പോലീസ് തയ്യാറായി. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഏകദേശം 2 FIRകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിന്റെ പേരിൽ മറ്റാർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതും കേൾക്കാൻ ഇനി തയ്യാറാണ് എന്നൊരു കാര്യം കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന അവസാന വിദ്യാർത്ഥിയും പിരിഞ്ഞു പോയതെന്നാണ് നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഇടയ്ക്കെപ്പോഴോ പോലീസിന്റെ വാക്ക് വിശ്വസിച്ച് ഒന്ന് സമാധാനപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾ പിന്നെയും അക്രമാസക്തരായി ഒന്നുകൂടി പ്രതിഷേധിക്കുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടായി. അത് പരാതി പറയാനായി ഉള്ളിലേക്ക് കയറിയ വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് അതിനും പോലീസ് വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കി സമാധാനിപ്പിക്കേണ്ടി വന്നു. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലൊരു മോബ് ഇരച്ചെത്തിയിട്ടുണ്ടെന്നും ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ച് അതിന് തെളിവായി പോലീസ് പകർത്തിയ ദൃശ്യത്തിൽ ഈ പരാതിക്കാരിയുടെ വിഷ്വൽസും ഇടയിൽ അറിയാതെ പെട്ടുപോയതായിരുന്നു. അത് വിദ്യാർത്ഥി പ്രതിനിധികളെയും അതുപോലെ തന്നെ പരാതിക്കാരിയെയും മാത്രം പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് വിളിച്ചു വരുത്തി ആ ദൃശ്യങ്ങൾ കാണിച്ച് അവരുടെ മുൻപിൽ വെച്ച് അത് ഡിലീറ്റ് ചെയ്ത് ഇത് മറ്റൊരു വിധത്തിലും കൈമാറ്റം ചെയ്യില്ല എന്ന് പറയുകയായിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം തികച്ചും ന്യായമാണ്. കാരണം അവർ അത്രത്തോളം പരിഭ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൂടെ ഇരുന്ന് പഠിക്കുന്ന ഇത്രയും കാലം ഒപ്പമുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ പക്കൽ നിന്നാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടിരിക്കുന്നത്. അപ്പം ഈ ദൃശ്യങ്ങൾ ഇനിയും മറ്റാരുടെയെങ്കിലും പക്കലേക്ക് എത്തുമോ? ഇനിയും ഇതുപോലുള്ള ദൃശ്യങ്ങൾ ആബേലിന്റെ കയ്യിലുണ്ടോ? അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ഇത് തങ്ങളുടെ ഭാവിയെ ബാധിക്കുമോ എന്നടക്കമുള്ള സംശയങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കുണ്ട്. ആ ഒരു ആശങ്കയിലാണ് ഇന്നലെ അത്രയും വലിയൊരു പ്രതിഷേധ സമരം ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായത്. എന്നായാലും ഇവരുടെ ഈ ഒരു ആശങ്കയ്ക്ക് ഒരു പരിധിവരെ നിലവിൽ സമാധാനമായിരിക്കുകയാണ്. അവരുടെ പരാതി കേൾക്കാൻ പോലീസ് തയ്യാറായി. ആ പരാതിന്മേൽ കേസെടുത്തിട്ടുണ്ട്.